26 ജൂൺ എല്ലാ വർഷവും ഇസ് ഒബ്സർവ്ഡ് ആസ് ഇൻ്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. ഈ വർഷത്തെ തീമാണ് ബ്രേക്കിംഗ് ദ ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ. നമ്മൾ ഇപ്പോൾ ഒ പി തന്നെ കാണുന്നുണ്ട്, ഒത്തിരി കുട്ടികൾ ഇപ്പം ഡ്രഗ്സിൻ്റെ ഒരു അടിമയാവുന്നുണ്ട്. അതിൽ ഈ ഡ്രഗ്സിൻ്റെ പവറിൽ അവർ ഒരു ചെയിനകത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെ അതിൽ പിന്നെയും തിരിച്ചൊന്നും മാറാനുള്ള ആഗ്രഹം വന്നാലും പിന്നെയും തിരിച്ചത് വലിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് വരുന്ന ഒരു ഡിസ്കഷനകത്ത് വരുന്നത് ഈ പ്രിവെൻഷനാണ്. ഫസ്റ്റ് എങ്ങനെ പ്രിവെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം, ഈ അവയർനെസ് കൊടുക്കുക. കുട്ടികളുടെ ഇടയ്ക്ക് സ്കൂളിൽ ചെന്ന്, കോളേജിൽ ചെന്ന്, പിന്നെ എവിടെയെങ്കിലും നമുക്കൊരു ഡൗട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളത് അസസ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ കുട്ടികളെ എങ്ങനെയും എത്രയും പെട്ടെന്ന് അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഫസ്റ്റ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൗൺസിലിംഗ് അപ്രോച്ച് ഉണ്ട്, മെഡിക്കൽ അപ്രോച്ച് ഉണ്ട്. ബട്ട് ഈ വിഡ്രോയൽ സിംറ്റംസ് ഒക്കെ വരാൻ സാധ്യതയും പിന്നെ സൈക്കോളജിക്കൽ സിംറ്റംസ് വരാൻ സാധ്യതയും ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ലാസ്റ്റ് റിക്കവറി, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെയും വിടുക. പക്ഷെ അതല്ല, ഫോളോ അപ്പ് ചെയ്യണം. ഇതിൻ്റെ പ്ലാൻ എന്തുവാ, കുഞ്ഞിൻ്റെ പ്ലാൻ എന്തുവാ, ഇനിയും ഇത് ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള പ്ലാൻ എന്തുവാ, റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഒരു പഠിത്തമാണെങ്കിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യും, ജോലിയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യും, നെക്സ്റ്റ് എന്തുവാ, സൂപ്പർവിഷൻ എങ്ങനെ, ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ ചെയ്താലേ ഒരു മാറ്റം വരത്തുള്ളൂ.